നല്ല നല്ല പടം. എങ്ങനെയുണ്ട്? തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഫുള്ളാണ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപ്പം പടം ഭയങ്കര ടെസ്റ്റാണ്. ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ടെസ്റ്റാണ്. 13 കൊല്ലത്തിന് ശേഷം ഇനി 10 വർഷം കഴിഞ്ഞ് വീണ്ടും ജോർജ് കുട്ടി വരും, ഉറപ്പ് പൈസ. അടുത്ത ഭാഗത്തിന് വേണ്ടി എത്രയ്ക്ക് കാത്തിരിക്കും? അത്ര കാത്തിരിപ്പ ഒരു എൻ്റർടൈൻമെന്റ് കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കാനുള്ള ഒരു ടൈലന്റ് തന്നെയാണ് അത്. ടോട്ടൽ നമ്മ തന്നെ കണ്ണുള്ളിൽ ഇപ്പോൾ ഒരു മുക്കാൽ പോകുമ്പോൾ പടം മൊത്തം പോകണേ. ടോട്ടലി കിട്ടും. ജോർജ് കുട്ടി എത്തിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, എങ്ങനെയുണ്ട് കുറെ നാളത്തെ ശേഷം ജോർജ് കുട്ടിയെ കാണുന്നത്? സൂപ്പർ സൂപ്പർ സൂപ്പർ. സിനിമ കൊള്ളായിരുന്നു, നല്ല അഭിപ്രായം. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു, നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ത്രൂ ആയിട്ട് എൻഗേജിങ് ആണോ? സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. മോഹൻലാലിനെ വല്ല ആരുമില്ല. പിന്നെ എങ്ങനെയുണ്ട്? ഇത്ര ദിവസമായിട്ട് തിരക്കിനൊന്നും ഒരു കുറവില്ല. അതൊരു കുറവുമില്ല. ഏതെങ്കിലും ഒരു സീറ്റ് ബാക്കി ഉണ്ടായിരുന്നോ? ഇല്ല 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 ഇല്ല. ഒരു രക്ഷയില്ല, അടിപൊളി പടം, സൂപ്പർ. എന്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക്? സ്ക്രിപ്റ്റ് നമ്മളെ ഫസ്റ്റത്തെ ആ ദൃശ്യത്തിന്റെ ആ ഒരു എൻഡിങ് ഇല്ലേ, അതേപോലെ തന്നെ നമ്മളെ ഇരുത്തി കരയിച്ചു. അതുപോലെ ത്രൂ ആയിട്ട് 2.25 മണിക്കൂർ നിങ്ങളെ സീറ്റ് അടിച്ചായിട്ട് പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. ഉണ്ട്. എന്തായാലും സൂപ്പർ പടം. കാണാത്തവർക്ക് നഷ്ടം, എന്തായാലും കാണുമല്ലോ, അത്രയും റീച്ച് ഉണ്ട്. ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള പേര് സൂപ്പറായിരുന്നു. ലാലേട്ടൻ പൊളിച്ചു. എല്ലാരും നല്ല അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ത്രില്ലിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, കൊള്ളാം. ഞെട്ടിച്ചോ? ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ അത് ഇരുന്ന് കണ്ടു നോക്കുക, അപ്പൊ അറിയാൻ പറ്റും. സൂപ്പർ, ഒന്നും പറയാനില്ല. പടം 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. മസ്റ്റ് വാച്ച്. എങ്ങനെയുണ്ടായിരുന്നു? ത്രൂ ആയിട്ട് എങ്ങനെയാണ് ഇത്? ഓരോ ഭാഗം കാണുമ്പോഴും ദൃശ്യം മിനിക്കുമാണ്. ഓരോ ഭാഗം കാണുമ്പോൾ അടുത്ത ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അടുത്തൊരു ഭാഗത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ടോ? അതെ അതെ, നല്ല മൂവിയായിരുന്നു. സ്പെഷ്യലായിട്ട് തോന്നിയത് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കാണണം. സൂപ്പർ പടം, പൊളി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജോർജ് കുട്ടി എൻഡ് ഓഫ് വർക്ക്? അയ്യോ, നമ്മളിങ്ങനെ ചുമ്മാ കണ്ടിരുന്നു പോകും, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓഫ്കോഴ്സ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ ഓഫ്കോഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. സ്ക്രിപ്റ്റും എല്ലാം അടിപൊളി, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റിലും സെക്കൻഡിലും ഈ അവസാനത്തെ ഒരു അരമണിക്കൂർ കലക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഫസ്റ്റ് ഫേസും ഒക്കെ കുറച്ച് ഇമോഷണൽ ഡ്രാമ ആയിട്ട് തന്നെ പോയത്. 20 മിനിറ്റ്സ് ആണ് എല്ലാ ഹൈപ്പിലേക്ക് എത്തിച്ച സാധനം എന്ന് പറയുന്നത്. സൂപ്പർ, നമ്മൾ ടിവിയില് വേറെ 2 ഭാഗം കണ്ടാണല്ലോ, ഇതിലേക്കൊക്കെ വരുമ്പോ നല്ല രസമുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. ദൃശ്യം വീണ്ടും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ നല്ലായിരുന്നു. കൊറേ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞാൽ നല്ല ടാലന്റാ. കൊറേ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും എന്താ ഇപ്പൊ നടക്കാൻ പോകുന്നതിനൊക്കെ പറ്റി. നല്ല സിനിമ. നിങ്ങൾ ഞെട്ടിയോ? നല്ലോണം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് മൊത്തം വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാരും പറഞ്ഞ ജെൻസി പിള്ളേര് ലാലേട്ടനെ ഏറ്റെടുത്തു. കൊള്ളായിരുന്നു, അല്ലേ? നല്ല മൂവി ആയിരുന്നു. ഗീതനാദ്യമ തട്ടണം, അവൻ പറഞ്ഞ ഗീതനാദ്യം തന്നെ തട്ടണമെന്ന് പറഞ്ഞ്. പിന്നെ അടുത്ത മൂവി എന്തായാലും നല്ലതായിരിക്കും. ദൃശ്യം 4 ആദ്യമേ അതൊക്കെ വരും. പിന്നെ അവസാനം പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ DGP പറഞ്ഞാലോ ഒരു ഇന്റർവ്യൂല് ദൃശ്യം 4 വരുമെന്ന്. ആദ്യമേ ഇന്റർവ്യൂല് വരെ ഇച്ചിരി ഡിലേ ഉണ്ടായി, പിന്നെ നല്ലായിരുന്നു. അപ്പം അടുത്ത മൂവിക്ക് പറ്റിയ സെയിം ഒപ്പീനിയൻ, അടിപൊളി. ട്വിസ്റ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്, ഭയങ്കര. സോറി, പിന്നെ ഭയങ്കര ഭയങ്കര ആക്റ്റീവ് ക്രൗഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കാണാൻ തന്നെ ഒരു ഹരമായിരുന്നു. സെയിം റിവ്യൂ തന്നെ കേട്ടോ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. ദൃശ്യം 1 തിയേറ്ററിൽ പോയി ഉണ്ടായിരുന്നു. നല്ല സെക്കൻഡ് ഹാഫിലായിരുന്നു ട്വിസ്റ്റ് വരുന്നത്, അപ്പോൾ നല്ലായിരുന്നു. നല്ല സിനിമയാണ്, നന്നായിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായി, സൂപ്പറായിട്ടുണ്ട്. കൂടാതെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യം 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ അതിനേലും ഒന്നുകൂടി കടപിടിക്കുന്ന രീതിയിലാണ്. ഫാമിലീസിന് ഇമോഷൻ, മോഹൻലാലിൻ്റെ ചില നേരത്തെ ഇമോഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അവസാനത്തെ സമയത്തുള്ള ഇമോഷനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കും അതെ 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 നല്ല ഇഷ്ടം. വളരെ ബുദ്ധിമുട്ടി.
രണ്ടു മോനാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നത്. മോൻ ബാംഗ്ലൂരിൽ ഇരുന്ന് ബുക്ക് ചെയ്താണ്, ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഹാപ്പി, സന്തോഷം. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കത് തന്നെ അഭിപ്രായം, നല്ല അഭിപ്രായം. 30 മിനിറ്റ് ട്വിസ്റ്റാണ് നമ്മളെ എടുക്കിയത്. അതിലാണ് മെയിനായിട്ട് പടം ഉള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി മോഡലായിട്ട് തുടങ്ങി. ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ അഭിനയം കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പിടിച്ചിരുന്നു. അതന്നെ ട്വിസ്റ്റ് ആദ്യം വരും എന്നുള്ളൊരു പേടി നമുക്ക് പടം കാണാൻ വരുമ്പോ. ഇങ്ങനെ അതന്നെ പരമാവധി നമ്മൾ മലയാള പടം ആയതുകൊണ്ട് മലയാളികൾ കുറച്ച് ഇവരുള്ളവരും ആയതുകൊണ്ട് ഒരുപാട് ഇതാക്കി തന്നു.